പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ കൊട്ടിക്കലാശത്തിലേക്ക്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. LDF സ്ഥാനാർത്ഥി P. സരിന്റെ പ്രചാരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണാടി അടക്കമുള്ള വിവിധ മേഖലകളിൽ പ്രചാരണത്തിനെത്തി. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് പാലക്കാട്ട് എത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാത്തൂർ കണ്ണാടി മേഖലകളിൽ പ്രചാരണത്തിനെത്തും. വൈകുന്നേരം നടക്കുന്ന റോഡ് ഷോയിൽ MP-മാരായ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും പങ്കെടുക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, അവസാന മണിക്കൂറുകളിൽ പ്രചാരണം എത്രമാത്രം ശക്തമാണ്? തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാശിയേറിയ ഒരു മത്സരത്തിനാണ് പാലക്കാട് മണ്ഡലം സാക്ഷിയാകുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ നേതാക്കളും പ്രചാരണത്തിനായി ഇന്ന് പാലക്കാട് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് 3 പ്രചാരണ യോഗങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഇന്നലെയും അദ്ദേഹം 3 യോഗങ്ങളിൽ സംസാരിച്ചിരുന്നു. സ്ഥാനാർത്ഥി സരിനും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയാണ് ഇന്നുള്ളത്. UDF-നാകട്ടെ KC വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിലെത്തുന്നുണ്ട്. മാത്തൂരാണ് അദ്ദേഹത്തിന്റെ പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പരിപാടി ഇന്ന് കണ്ണാടിയിലാണുള്ളത്. റോഡ് ഷോ അടക്കമുള്ള പരിപാടിയാണ് കണ്ണാടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NDA-യുടെ സംസ്ഥാനതല നേതാക്കൾ എല്ലാവരും തന്നെ പ്രചാരണത്തിനായി മണ്ഡലത്തിൽ സജീവമാണ്. ഇന്ന് കൂടുതലും കുടുംബയോഗങ്ങളിലാണ് NDA നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, MT രമേശ് അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് മണ്ഡലത്തിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം BJP-യെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് ആവർത്തിച്ചിട്ടുമുണ്ട്. ശരി ശ്രീകുമാർ.